വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 11th October. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 13th മുതൽ 17th October വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കണ്ടത്. മാർക്കറ്റ് 25,000 മുകളിൽ വന്ന് വളരെ ഫെയിമായിട്ട് 391 പോയിൻറ്റ്സ് കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്ത് 25,285 ക്ലോസ് ചെയ്തത് നമുക്ക് ഈ വീക്കിലി ചാർട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു കുറച്ച് ദിവസത്തെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കറക്ഷന് ശേഷം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മുകളിലേക്കുള്ളൊരു ട്രെൻഡിൽ മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സും അതുപോലെ 82,500 വന്ന് 1,293 പോയിൻറ്റ്സ് കൂടെ ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 58,697 1,194 പോയിൻറ്റ്സ് കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ആഡ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 255 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 18,133 കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ ക്ലയൻസിന് ഫ്രീ ആയിട്ട് നൽകുന്ന 3 ദീപാവലി പിക്കുകൾ ഞങ്ങൾ റിലീസ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ മൂന്ന് റെക്കമെൻഡേഷൻസും ഞങ്ങളുടെ സ്വിംഗ് ഡെലിവറിയും വെൽത്ത് ബിൽഡറും അതുപോലെ ഡയമണ്ട് പിക്സ് എടുത്ത എല്ലാ ക്ലയൻസിനും ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം ക്ലയൻസിന് മോർ ദാൻ ഞങ്ങളുടെ ടോട്ടൽ ക്ലയൻസ് 30,000 ക്ലയൻസിന് ഞങ്ങളിത് റിലീസ് ചെയ്യുമ്പോൾ ചില റെക്കമെൻഡേഷൻസ് വാട്സപ്പിലൊക്കെ റിലീസ് ചെയ്തത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ 3 റെക്കമെൻഡേഷൻസിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അത് കളക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ബേസിക്കലി ഇത് ഞങ്ങളുടെ ആപ്പിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീപാവലി പിക്കുകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും ദീപാവലി പിക്കുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാനായിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഞങ്ങൾ യൂട്യൂബിൽ എല്ലാ വർഷവും ഒരു ദീപാവലി പിക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് നൽകാറുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് സെബിയുടെ ഒരു സർക്കുലർ പ്രകാരം നമുക്ക് റെക്കമെൻഡേഷൻസ് യൂട്യൂബിലൂടെ നൽകുമ്പോൾ ആ ക്ലയൻസിന് നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്നും KYCയുടെ കളക്ട് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയുള്ള ക്ലയൻസിന് അത് നൽകാൻ പാടുള്ളൂ എന്നുള്ളൊരു പുതിയ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ അതിനെങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് കൂടെ ഒരു റെക്കമെൻഡേഷൻ നൽകണം എന്നുള്ള ഞങ്ങൾക്കൊരു ആഗ്രഹം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മാച്ച് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നൊരു കാര്യം ഒരു 100 റുപ്പീസിന് ഒരു ദീപാവലി പിക്ക് നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് നൽകാനാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു 100 റുപ്പീസ് അടയ്ക്കുകയും അതോടൊപ്പം തന്നെ KYCയുടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വ്യൂ ചെയ്യുകയും ഒരു 50 റുപ്പീസിന് താഴെ ട്രേഡ് ചെയ്യുന്ന റെക്കമെൻഡേഷനാണ് ഞങ്ങൾ നൽകുന്നത്. അതേസമയം ഓൾറെഡി ഞങ്ങളുടെ ക്ലയൻസ് ആയിട്ടുള്ള ഈ 100 റുപ്പീസിൻ്റെ പേയ്മെൻറ്റ് നൽകി ഞങ്ങളവിടെ അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടെ പറയട്ടെ. കാരണം നിങ്ങളെല്ലാവരും 100 റുപ്പീസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വലിയൊരു ബർഡനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ക്ലയൻസിന് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അവർക്കും ഞങ്ങളത് ഫ്രീ ആയിട്ട് തന്നെ നൽകും. അപ്പോൾ പുതിയതായിട്ട് അല്ലെങ്കിൽ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വ്യൂവേഴ്സായിട്ടുള്ളവർ ക്ലയൻസ് അല്ലാത്തവരാണ് ഈ റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് ഈ 100 റുപ്പീസ് അടച്ച് KYC ചെയ്ത ഈ റെക്കമെൻഡേഷൻ കളക്ട് ചെയ്യേണ്ടതെന്നുള്ളതോടെ ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് എന്തായാലും സെബിയുടെ ഒരു പുതിയ റിക്വയർമെൻറ്റാണ് KYC ചെയ്യാത്ത ക്ലയൻസിന് റെക്കമെൻഡേഷൻസ് നൽകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി KYC ചെയ്തവർക്കായിരിക്കും നമ്മളിനി ദീപാവലി പിക്കായാലും അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മളൊരു ന്യൂ ഇയറിൻ്റെ പിക്ക് നൽകാറുണ്ട്. അതാണെങ്കിലും നമുക്ക് ഇങ്ങനെയാണ് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുകയാണ്. നമുക്ക് ദീപാവലിയുടെ മുഹൂർത്ത് ട്രേഡിംഗ് വരുന്നത് 21st അടുത്ത ആഴ്ചയിലാണ്. 21st ആഫ്റ്റർനൂണിന് 1:45 മുതൽ 2:45 വരെയാണ് മുഹൂർത്ത് ട്രേഡിംഗ് വരുന്നത്. സാധാരണ മുഹൂർത്ത് ട്രേഡിംഗ് വരുന്നത് വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ
കുറേ ദീപാലങ്കാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വൈകിട്ട് ചെയ്തിരുന്ന കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിരുന്നൊരു കാര്യം നമുക്ക് ഇപ്രാവശ്യം ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 വരെയാണ് 21st നമുക്ക് മുഹൂർട്ട് ട്രേഡിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മൾ വീഡിയോയിൽ ഇനി മുഹൂർട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് വരാൻ തുടങ്ങിയപ്പോൾ ആദ്യം റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനി TCS ആണ്. TCSൻ്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തത്. 1.4% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 12,075 crores ആണ് TCSൻ്റെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ TCSൻ്റെ റവന്യൂ 2.4% ഉയർന്ന് 65,799 crores വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും TCS ഈ ഒരു മ്യൂട്ടഡ് റിസൾട്ട്സിനെ തുടർന്ന് ഒരു കൺസോളിഡേഷനിലൂടെ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് വരുമ്പോൾ നമുക്കറിയാം ഈ GST കട്ട് ഓൾറെഡി ഡിക്ലെയർ ചെയ്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ കുറേയധികം പർച്ചേസുകൾ ഈ GST കട്ടിന് ശേഷം വാങ്ങാനായിട്ടൊക്കെ മാറ്റി വെച്ചതുകൊണ്ടൊക്കെ ഒരുപക്ഷെ കുറച്ച് കമ്പനികളുടെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു റവന്യൂ ആയിരിക്കും കമ്പനികൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള റിസൾട്ട്സാണ് നമ്മളധികം കമ്പനികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചില കമ്പനികൾ വളരെ എക്സെപ്ഷണലായിട്ട് വളരെ നല്ല റിപ്പോർട്ടും നല്ല റിസൾട്ട്സും ഡിക്ലെയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് എന്തായാലും റിസൾട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ നമുക്ക് കമ്പനികളെ അനലൈസ് ചെയ്യുകയും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും നോക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലോസ് വരുത്തിയിട്ടുള്ള കുറേയധികം പേരുടെ കഥകൾ നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അതുകൊണ്ട് തന്നെ മോശമാണോ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകാറുള്ളൊരു ചോദ്യമാണ്. അത് പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലോ ഒക്കെ സംസാരിച്ചാൽ തന്നെ എല്ലാവരും ഉടനെ തന്നെ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോവല്ലേ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ, പണം നഷ്ടപ്പെടും എന്നുള്ള ഒരു വാർണിംഗ് ആണ് പലപ്പോഴും നമുക്ക് അവർ നൽകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഏരിയ നമുക്കറിയാം, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വളരെ തിരക്കുള്ളൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു കാര്യം അറിയാമെങ്കിലും പലരും ഇതിലേക്ക് കൈ പൊള്ളുമോ എന്നുള്ള പേടിച്ചിട്ട് പലരും ചെയ്യാതിരിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ മുമ്പെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ കൂടുതൽ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലായവരാണ് നമ്മുടെ ക്ലയൻസ് എന്നുള്ളത് കൊണ്ടും വ്യൂവേഴ്സ് എന്നുള്ളത് കൊണ്ട് നമ്മളിതിനെ റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ദീപാവലിയുടെ അടുത്തുള്ളൊരു ആഴ്ചയിൽ, അതും കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും എൻ്റെ അടുത്ത് പലരും സംസാരിച്ചവർ ഇപ്പോഴും അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഭയം മാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടം വരുത്തുന്നവരിൽ 90% പേര് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പെക്കുലേഷൻ എന്നുള്ള ഏരിയയിൽ കൂടെയാണ്. അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നീ മേഖലകളിലാണ് നഷ്ടം വരുത്തുന്നത്. ആ മേഖലകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈവൻ സെബിയുടെ ഒരു അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൊരു പഠനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മോർ ദാൻ 90% പേരും ലോസാണ് ഈ ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷനും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലൊക്കെ വരുത്തുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോക്കിൽ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്
ചെയ്താൽ നമുക്ക് വരും ദിവസങ്ങളിൽ ആ കമ്പനി നല്ല റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും പെർഫോമൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ വരുമ്പോഴുള്ള ആ കമ്പനിയുടെ പ്രൈസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നതാണ് കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകാനുള്ളൊരു കാരണം. നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള നല്ല കമ്പനികളെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പല മടങ്ങായിട്ട് മാറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഓപ്ഷൻ, എസ്പെഷ്യലി മലയാളികൾക്ക് നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രികളോ അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളോ കുറവുള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്നുള്ളതല്ലേ. പക്ഷേ നമുക്കറിയാം പുറത്ത് കുറേയധികം വളരെ നല്ല ഇൻഡസ്ട്രികൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോഴത്തെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനനുസരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ് നല്ല കമ്പനികളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പനികളെക്കുറിച്ച് പഠിക്കണം. ആ പഠിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസർച്ച് സർവീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലുള്ള സൊല്യൂഷൻ. അപ്പോൾ ഞാൻ ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം ഞാൻ കണ്ട ഒരു കാര്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നു, കുറേ പേര് ട്രേഡ് ചെയ്യുന്നു, ലോസ് വരുന്നു, കൊണ്ടുവന്ന പൈസ നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നവർ അവർ കുറേ സമയം ഇനീഷ്യലി ചിലപ്പോൾ ഒരു നല്ല കമ്പനി ആവില്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു പക്ഷേ വലിയ പ്രോഫിറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം അതിൽ ചെറിയ ലോസുകളൊക്കെ വരുമെന്നുണ്ടെങ്കിലും അവർ ഓരോ പീരീഡ് അതിൽ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ പഠിക്കുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പ്രോഫിറ്റിലേക്ക് മാറുകയും പിന്നീട് അതിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ബേസിക്കലി ഞാനും ഒരു ഇൻവെസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാനും ചിന്തിച്ചിരുന്നത് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ഒരു റാലി മാക്സിമം ആ റാലിയിൽ റൈഡ് ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ പല സ്റ്റോക്കുകളിലും ഇനീഷ്യലി ഞാൻ കുറേയധികം സ്റ്റോക്കുകളിൽ എനിക്ക് അതുപോലെ മോർ ദാൻ 100% പ്രോഫിറ്റ് നേടാനായിട്ട് പല സ്റ്റോക്കുകളിലും സാധിക്കേണ്ടായി. ഫിഡലിറ്റി ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ BSE, ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റോക്കുകൾ ഞാൻ മോർ ദാൻ 100% പ്രോഫിറ്റ് നേടിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ റിസർച്ച് സർവീസ് നൽകുന്നതിൽ അധികം സ്വിംഗ് ഡെലിവറിയും വെൽത്ത് ബിൽഡർ പാക്കിലൊക്കെയാണ് ആദ്യം ഇനീഷ്യലി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ, ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് മോർ ദാൻ 100% പ്രോഫിറ്റ് കിട്ടിയ സ്റ്റോക്കുകളാണ് എൻ്റെ ലൈഫിനെ ടോട്ടലി ഒരു ടേണിംഗ് പോയിൻ്റ് ആക്കിയത് അങ്ങനെയുള്ള സ്റ്റോക്കുകളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ളൊരു സ്റ്റോക്ക്, ഒരു സീരീസ് നമ്മളൊരു 100% പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനിയിൽ ഒരു പ്രൊമോട്ടർ എങ്ങനെയാണ് നമ്മൾ ആ കമ്പനിക്ക് ഒരു വർഷം റിസ്ക് ഉണ്ടാവാം, കമ്പനി കുറേ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റിയുടെ കടന്നു പോകുന്നുണ്ടാകും. പക്ഷേ ആ റിസ്കുകൾ നമ്മൾ എടുത്തുകൊണ്ട് പക്ഷേ നല്ലൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മോഡലായിട്ട് നമ്മൾ ഡയമണ്ട് പിക്ക് സീരീസ് ഡെവലപ്പ് ചെയ്തത് നമ്മളത് നൽകാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഡയമണ്ട് പിക്ക് സീരീസ് നമ്മൾ നൽകാൻ തുടങ്ങിയപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ഡയമണ്ട് പിക്ക് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതപ്പോൾ മറ്റുള്ള നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ക്ലയൻസിന് കൂടെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പല ഡയമണ്ട് പീക്ക് സീരീസിലുള്ള സ്റ്റോക്കുകളിലൂടെ ഞങ്ങൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ഡയമണ്ട് പീക്ക് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഡയമണ്ട് പിക്കാണ് ഡയമണ്ട് പിക്ക് 19 ആവലോൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനിയിൽ ഞങ്ങളുടെ ക്ലയൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതും വെൽത്ത് ക്രിയേറ്റ് ചെയ്തതും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതിൽ എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതും ഒരു സാധാരണക്കാരായിട്ടുള്ള പലരും എങ്ങനെയാണ് ആ
പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിനെ എൻജോയ് ചെയ്യുന്നെന്നുള്ളതും അവരുടെ ഫീഡ്ബാക്കുകളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഒരു ഡയമണ്ട് പിക്ക് എന്നുള്ളതും അതിൻ്റെ ലൈഫിലുണ്ടാകുന്ന ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫിലുണ്ടാക്കുന്ന ചേഞ്ച് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു വീഡിയോ ആണ് ഒരു സാധാരണക്കാരനായിട്ടൊരു ഇൻവെസ്റ്റർ എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റിലേക്ക് വന്നതെന്നുള്ളതിൻ്റെ ഒരു ഫീഡ്ബാക്കിലേക്കൂടെ നമ്മളൊരു വോയിസിലൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹായ് സജീഷ് സാർ, ഗുഡ് മോർണിംഗ്. വളരെയധികം സന്തോഷത്തോടെയാണ് ഇത് പറയുന്നത്. കാരണം ഞാനിപ്പോൾ മൂന്നാമത്തെ വോയിസ് ആണ് തോന്നുന്നു. ട്രിപ്പിൾ എ പ്രോഫിറ്റിൻ്റെ ഫാമിലിയിൽ അംഗമായിട്ട് ഒരു മൂന്നാമത്തെ വോയിസ് ആണ് എൻ്റെ. അത് വളരെയധികം, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ചെയ്തതിനേക്കാളും ഒരുപാട് ഹാപ്പിയോടുകൂടി തന്നെയാണ് മൂന്നാമത്തെ വോയിസ് ഇടുന്നത്. അതിപ്പോൾ നല്ലൊരു ബെനിഫിറ്റിൽ എനിക്ക്, അതായത് ശരിക്കും ഞാൻ 2 വർഷം മുമ്പ് സാറിൻ്റെ ഇത് എടുക്കുമ്പോൾ ശരിക്കും ഞങ്ങളുടെ ആ ഭാഗത്തോ ഒരാൾ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ആയിരുന്നില്ല. ഞാൻ ഈ യൂട്യൂബ് മാത്രം സാറിൻ്റെ വീഡിയോ കണ്ട് മാത്രം ആ ഒരു കോൺഫിഡൻറ്റിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ശരിക്കും ഡയമണ്ട് പിക്ക് 18 ഗബ്രിയേലും 19 ആവലോണും ശരിക്കും ലൈഫിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത 2 കമ്പനികളാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആ 2 കമ്പനികളുടെ A to Z കാര്യങ്ങൾ ഇന്നും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പ്രോഫിറ്റ് മാത്രമല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ 5 വർഷം മുമ്പ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അക്കൗണ്ട് എടുത്ത് എൻ്റർ ആയെങ്കിലും ഒരു കാറ്റത്ത് അഴിച്ചുവിട്ട പട്ടം പോലെ ആയിരുന്നു. കാരണം എങ്ങും ഒരു സ്ഥിരത കിട്ടാണ്ട് ഇങ്ങനെ ഫണ്ടെല്ലാം ഇട്ട് നഷ്ടം വന്നില്ലെങ്കിലും ലാഭം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വ്യക്തമായിട്ടൊരു നമുക്കൊരു അധ്യാപകൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് പോലെ ആയിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞോട്ട് നമ്മുടെ നാട്ടിൽ ആരും ഇത് ചെയ്യുന്നില്ല, ആരോടും ചോദിക്കാനായിട്ട് പറ്റാറില്ല. ഇനി യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ടാണ്, ഇനി അദൃശ്യമായിട്ട് സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് വിശ്വസിച്ച്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന മേജർ ഫണ്ട്, അതായത് ഏകദേശം ആവലോളിനും ഗബ്രിയേലും ഞാൻ ഇട്ടിരുന്നത് ഏകദേശം ഒരു 17-18 ലക്ഷം രൂപയാണ്. ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിസ്റ്റിക്സിൻ്റെ കസ്റ്റമറെ സംബന്ധിച്ച് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം. കാരണം ഇതിലുള്ളതെല്ലാനും ഹെവി സാലറീഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, ജോലിക്കാരൊക്കെയാണ്. പക്ഷെ നമ്മളെന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏകദേശം ഒരു 75% ഫണ്ട് ഇട്ടിട്ടാണ് അത് ചെയ്തത്. ശരിക്കും 20% കൂടുതൽ ഇടാൻ പാടില്ല എന്നാണ് പറയണമെങ്കിലും ഞാൻ 75%, അത് ആ ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ നമുക്ക് ആ വിശ്വാസത്തോടുകൂടി അത് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ആ 17 ലക്ഷം രൂപ ഇന്ന് ഇപ്പോൾ ഒരു 50 ലക്ഷം ക്രോസ് ചെയ്തു. 50 ലക്ഷം ക്രോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഗബ്രിയേലിലെ കുറേ പ്രാവശ്യം ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു, ഒരു പാർട്ട്ലി ഹാഫ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. വീണ്ടും നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം വന്നപ്പോൾ വീണ്ടും ഞാൻ അക്യുമുലേറ്റ് ചെയ്തിരുന്നു ആ സ്റ്റോക്കൊക്കെ. അപ്പം രണ്ടും ഇന്നും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല പക്ക കോൺഫിഡൻറ്റിൽ കൂടി തന്നെയാണ്. പിന്നെ ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റോക്ക് സാറിൻ്റെ മേടിച്ചിട്ട് അത് പോർട്ട്ഫോളിയോ നോക്കാണ്ട് മിണ്ടാണ്ട് അനങ്ങാണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നില്ല. കാരണം എനിക്ക് പഠിക്കണം എന്നുള്ള ഭയങ്കര ഇതുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ നമുക്കൊരു എത്ര തളർച്ച വന്നാലും നമുക്കിതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു മെൻ്റലി സ്ട്രെങ്ത് ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇങ്ങനെ ഇത്ര ഹൈയിലോട്ട് കയറി പോകുമ്പോഴും ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. സന്തോഷം ഉണ്ടെങ്കിൽ കൂടി ഭയങ്കരമായിട്ടുള്ള ഇത്, കാരണം മനസ്സ് പാകപ്പെട്ടു. ഇനിയിപ്പോൾ ഒരു നല്ലൊരു ഡ്യൂ വന്നാൽ പോലും മനസ്സ് കുലുങ്ങൂല. കാരണം അത് സാറിൻ്റെതായ കറക്റ്റായ ഡയറക്ഷനും കാര്യങ്ങളിൽ കൂടിയാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതിൽ സാറിനോട് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം അത് പ്രത്യേകം എടുത്തു പറയാൻ കൊണ്ട് പറ്റില്ല അത്. അപ്പോൾ അത് വളരെയധികം സന്തോഷം. ഇനിയും മുന്നോട്ട് സാറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് വൈഫിൻ്റെ പോർട്ട്ഫോളിയോ മാത്രമാണ്. എനിക്ക് ടോട്ടൽ ഒരു 4 ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളും ഞാൻ ഉണ്ട്. 4 എണ്ണത്തിലായിട്ടാണ് ഞാൻ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്താണ് മേടിക്കാറ്. വൈഫിൻ്റെ ഇത് ഇടാൻ കാരണം ഫസ്റ്റ് ടൈം മുമ്പേക്ക് 18 ഗബ്രിയേൽ എടുക്കുമ്പോൾ വൈഫ് എന്നോട് ചോദിച്ചൊരു, ഞാൻ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ വൈഫ് ചോദിച്ചൊരു കേസാണ്. അതായത് സാറിന് ഞാൻ ഗൂഗിൾ പേ ആ ഫണ്ട് ഇട്ടതിന് ശേഷം ചോദിച്ചത്, മോന് വട്ടാണോ എന്ന് ചോദിച്ച ഒരു വ്യക്തിയാണ് വൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് മേടിക്കുന്ന ദിവസത്തിന് മുമ്പ് വൈഫിൻ്റെ ഒരു ബ്രോക്കർ അക്കൗണ്ട് എടുത്ത് പിന്നീട് മേടിച്ച ഡയമണ്ട് പിക്കും ഇതെല്ലാനും ഒരു പോർഷൻ വൈഫിൻ്റെ അക്കൗണ്ടിലും കൂടി എടുത്തിരുന്നു. അത് ഇന്നും വിൽക്കാണ്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈഫിൻ്റെ പോർട്ട്ഫോളിയോ ആണ് ഇപ്പോൾ സാറിനത് കറക്റ്റ് ചെയ്ത് ഇപ്പം ഇട്ടേക്കുന്നത്.
ബാക്കിയുള്ള പോർട്ട്ഫോളിയോയിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു 50 lakh എബവ് ഈ ഗബ്രിയേലും അവലോളിലും ഞാൻ ഹോൾഡിംഗ് ഉണ്ട് ഓൾറെഡി സ്റ്റിൽ. അപ്പം അത് വൈഫിൻ്റെയും ആ സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പം എല്ലാവരും ഓക്കെയാണ്, ഹാപ്പി ആയിട്ട് പോകുന്നു. താങ്ക്സ്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വൈഫിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, അതിന് നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിലൂടെ കടന്നു പോയി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മുടെ ലൈഫിൽ എങ്ങനെ കുറേ അധികം നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ വലിയ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കാതെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വല്ലാതെ സങ്കടപ്പെടാതെയും മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുന്നത് പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഉള്ള ആ ജേണി. അങ്ങനെ നമ്മളത് കുറേ കഴിയുമ്പോൾ നമുക്കതൊരു ശീലമാകും, അതിലൂടെ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് വല്ലാതെ ബോധർ ചെയ്യാതെ നമ്മൾ പോകുകയും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ ഡയമണ്ട് പിക്കിൻ്റെ റെക്കമെൻഡേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് വാങ്ങാനുള്ളൊരു പ്ലാൻ, നമ്മൾ നെഗറ്റീവ് ഇവൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെപ്പോഴും വളരെ നല്ല രീതിയിൽ നമ്മൾ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ മറ്റൊരു NRI ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സജീഷ് സാറിനോട് ഒരു പ്രത്യേക അറിയിപ്പ്. സാറ് പറഞ്ഞതനുസരിച്ച് അപ്പോളോ മൈക്രോ സിസ്റ്റത്തിൽ ഞാൻ വാങ്ങിച്ചതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ പൈസയുടെ ഒരു 50% എനിക്ക് വൈഫിന് ഒരു BMW മേടിച്ചു കൊടുക്കാൻ പറ്റിയത്. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇതുപോലെ ഒരുപാട് നേടിയിട്ടുണ്ട് സാറ് പറഞ്ഞതനുസരിച്ച് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് വീണ്ടും ഞങ്ങളത് തന്നെ പിന്തുടരുന്നു. ഒരുപാട് നന്ദി കേട്ടോ. ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. പിള്ളേരാണെങ്കിലും സാറിനെ ഒത്തിരി ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അവരും പിന്തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവരെയും അതിലേക്ക് കൊണ്ടുവരണം. അടുത്ത വർഷം കൊണ്ടേ അവർക്ക് 18 ആവുള്ളൂ. അപ്പം അവർക്കും അത് ചെയ്തു കൊടുക്കണം എന്ന് ഓർത്താണ് ഇരിക്കണേ. ഒരുപാട് ഹാപ്പി, സന്തോഷമായിട്ടുണ്ട് കേട്ടോ സാറേ. ഓക്കെ, താങ്ക് യു. ഇതിൽ നമുക്ക് ഇവർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഫാമിലിയെ കൂടി ഇതിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വൈഫുമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു മണ്ടത്തരമല്ല എന്നുള്ളത് ആലോചിക്കും. ബേസിക്കലി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മോർ ദാൻ 25 ഇയേഴ്സായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്നാണ് നിങ്ങൾ റെക്കമെൻഡേഷൻ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം. അപ്പോൾ അതോടുകൂടി നിങ്ങളിതിൽ പോകുമ്പോൾ നിങ്ങളുടെ ഫാമിലി കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ കുട്ടികൾ 18 വയസ്സാകാത്ത കുട്ടികൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരും ഈ ഒരു ഏരിയയിലേക്ക് അവർക്ക് കൂടെ അവരുടെ ലൈഫിൽ വലിയ വിജയങ്ങൾ നേടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതിൽ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാർ, നമ്മളൊരു പക്ഷേ നിങ്ങളുടെ ജനറേഷനിൽ അതിൽ ത്തിലൂടെയാണ് പോയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷന് ആ സംശയിച്ച് നിന്ന് കുറേ അധികം പീരീഡ് പോകില്ല. ഒരുപക്ഷെ അവരുടെ ഏണിംഗ് പീരീഡ് തുടങ്ങുന്ന സമയം മുതൽ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ ഞാൻ കുറച്ച് നമ്മുടെ ഫീഡ്ബാക്കുകൾ കൂടെ ഞാനൊന്ന് കവർ ചെയ്യാം. Dear Sajish sir, today Avalon Technologies reached the target price of 1100. My first stock purchased based on your recommendation. I have booked the profit, and this experience taught me that patience is the key in trading. Today I have gained full confidence that it's truly possible to earn consistent income from stock market. I have also purchased your diamond and golden picks, and in most of them I have earned over 100% profit. I will definitely continue my subscription. Once again, a big thank you to Sajish sir and the entire team for your excellent guidance and support. അടുത്തൊരു മെസ്സേജാണ്. Sajish sir, I wanted to send a huge thank you to your incredible work, particularly with the Avalon Technologies Diamond Pick recommendation. The journey over the past 2 years was not always easy, and the stock saw several corrections. However, your consistent, strong advice to remain patient and hold, which I followed religiously,
through your videos was the key to this success. Booking a profit of over 100% is a massive win, demonstrating the power of your analysis compared to safer options like a bank FD. Your stock picking skill is truly a gift. My sincere congratulations to you on your analytical abilities, and thank you again to the entire Tripler team and your family. അടുത്തൊരു മെസ്സേജാണ്. താങ്ക് യു സർ, ഐ ഹാവ് ബുക്ക് ദ പ്രോഫിറ്റ് ടുഡേ. ഐ ബോട്ട് 2000 shares of Avalon at 548 and today I sold at 1165. 1165 quantity sold at 1084, booking a profit of 97% amounting to rupees 6,24,440 and holding the remaining quantity of 835. This is a great achievement and I express my sincere thanks for your quality picks like Avalon, including other picks, and I am very confident that they will also perform like Avalon. അടുത്തൊരു ഫീഡ്ബാക്ക് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ആൻഡ് യുവർ ടീം ഫോർ എക്സലൻറ്റ് സ്റ്റോക്ക് പിക്കിംഗ്, എസ്പെഷ്യലി ഐഡൻറ്റിഫൈങ് properly before the stock rallies with proper fundamentals. My journey with the AAA team started in 2021, which helped to build my portfolio confidently. Started with Wealth Builder Pack and Diamond Peak Most Chip. From Diamond Peak 16 onwards, I'm a regular subscriber of Diamond Peaks, bought till Diamond Peak 31. Avalon is a stock which performed even while market corrected. Waited almost 2 years, now it paid. Invested 10 lakhs in it, sold quantity worth 9 lakhs with a profit of 9.2 lakhs, holding quantity worth 1 lakh now for long time. Diamond Peak 17 also going to achieve target in coming days. Waiting for other diamonds to get the target. മറ്റൊരു ഫീഡ്ബാക്കാണ്. ഐ ആം വെരി ഹാപ്പി ടു ഷെയർ മൈ എക്സ്പീരിയൻസ് വിത്ത് Avalon Technologies. I was holding stock 2792 quantity and sold 2000 quantity at 1053 and another 500 quantity sold at 1100. Total my profit booking from this stock is 11,83,754. My cost was high as I added more quantity whenever I was having enough fund. That is the reason the profit is showing less. Still holding a quantity of 282 of the same stock. This is my highest profit booking. Before this, my highest profit booking was 2,10,000 from Golden Peak stock Marksans Pharma, and that time it was my highest profit booking. I started my journey with Tripler Profit Analytics in 2023, and I am really happy that the decision I made to join with you. Now I feel that I should have made this decision much earlier, but no regret, better late than never. I am holding 2 more Diamond Peak stocks, Diamond Peak 20 and 21, also holding Golden Peak 5 and waiting for the target to achieve. I am sure soon one by one would achieve the set and the set target. I have full confidence with you and your team. മറ്റൊരു ഫീഡ്ബാക്കാണ്. ഐ സിൻസിയർലി താങ്ക് ദ Tripler Profit Analytics team, especially Sajid sir, for their excellent guidance and support. Starting your investment journey with the Tripler Profit Analytics was one of the best decisions we made. We began investing 2 years ago, but even before that we spent 2 years watching your and reviewing your insightful videos. One of the biggest takeaways from following your guidance is learning how to act in the share market at any given time, even during market downturns. You always provide a clear view and actionable suggestions which give us confidence and clarity. Through your mentorship, we have also understood the true value of being a long-term investor rather than a speculative trader. Recently, we booked good profits in Avalon Technologies, and now we are looking forward to investing in your next Diamond Peak. Paying the professional fee is absolutely worth it. After booking profits, we can truly feel the value of your service. Now, I have much more confidence in investing in the equity market and feel closer to achieving financial freedom. അടുത്തൊരു ഫീഡ്ബാക്കാണ്. ഗുഡ് ഈവനിങ് സർ, ഹാപ്പി ടു ഇൻഫോം ദാറ്റ് ആഫ്റ്റർ വെയിറ്റ് ഓഫ് ഫ്യൂ മന്ത്സ് ഐ വാസ് ഏബിൾ ടു മേക്ക് പ്രോഫിറ്റ് ഇൻ ദ Diamond Peak Avalon. I had averaged the purchase at 500 and today sold the stock at 1055. I am a small investor with around 4 lakhs invested in this share and made more than 4 lakhs by selling it above the
more than 100% profit over the purchase price. I want to share my happiness and thanks to you for selecting this stock. I have another Diamond Pix and is waiting for those to have the breakthrough. Thank you for your continued motivation for those interested in prepared trading through your weekly updates on YouTube. മറ്റൊരു ഫീഡ്ബാക്കാണ്, ഓരോ ഡയമണ്ട് പിക്കും അതിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാൻ ആളുണ്ടെങ്കിൽ അത് കൂടുതൽ തിളങ്ങും. അങ്ങനെ ഡയമണ്ട് പിക്ക് 19 ഇന്ന് കൂടുതൽ തിളങ്ങി. ഡയമണ്ട്സ് ആർ മെയ്ഡ് അണ്ടർ പ്രഷർ. ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും ആത്മവിശ്വാസത്തോടെ കാത്തിരുന്നതിനാൽ ഇന്ന് സന്തോഷത്തിൻ്റെ ഡയമണ്ട് കിട്ടി. ട്രിപ്പിൾ ടീമിനും താങ്കൾക്കും നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 8,528 ആയിരുന്നു. ബൈയിങ് പ്രൈസ് 500 റുപ്പീസിനാണ്. 1600 ക്വാണ്ടിറ്റിയാണ് അദ്ദേഹം വാങ്ങിയിരുന്നത്. സെല്ലിംഗ് പ്രൈസ് 1100. സെയിൽ വാല്യൂ 17,60,000 സെല്ല് ചെയ്തിരിക്കുന്നത്. 9,59,472 പ്രോഫിറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഒരു അവലോണിൻ്റെ പ്രോഫിറ്റ് നേടിയിരിക്കുന്ന ഒരു ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്കാണ്. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ heartfelt gratitude to Sajid sir and the entire Triplet team for your tremendous Diamond Picks and consistent guidance. I began my investment journey with the Triplet team in 2022, starting with the free Diwali picks you shared with video. Those small initial investments boosted my confidence in your team's research and approach. Soon after, I subscribed to the Wealth Builder and Diamond Picks, and the experience has been truly rewarding. I have booked several stocks with over 100% profit and recently withdrew my capital from Avalon while still holding a cost-free portion with an unrealized gain of around 150%. Thank you once again for your continuous support and for instilling confidence in every investor to become bold and disciplined. Wishing you and the team good health, success and continued prosperity ahead. മറ്റൊരു 6 lakhs-ലധികം പ്രോഫിറ്റ് നേടിയ ഒരു ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്കാണ്. ഹൈ, ഐ വാണ്ടഡ് ടു ഷെയർ ദ ഹാപ്പി ന്യൂസ് അബൌട്ട് മൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ Avalon with your incredible support. A screenshot of the existing investment is attached. It can be published without citing my name. ഞങ്ങൾ ഫീഡ്ബാക്ക് തരുന്ന ആരുടെയും പേരുകൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറില്ല. അതൊരു ഞങ്ങളുടെ ഒരു പോളിസിയാണ്. അതുപോലെ മറ്റൊരു ഫീഡ്ബാക്കാണ്, സർ ഐ ബോട്ട് 488 ക്വാണ്ടിറ്റി അറ്റ് 499. അറ്റ് ദാറ്റ് ടൈം ഐ ഹാഡ് എ മണി ഷോർട്ടേജ് ആൻഡ് thought the price might drop, so I could add more, but that didn't happen. Now the stock is up 156%. I sold 100 quantity just to taste the profit, still holding 388 quantity, trusting Sajid sir's guidance for long-term wealth building. Really happy and thankful to Sajid sir for this, his amazing support, helping me grow my capital and confidence in investing. ആക്ച്വലി ഞങ്ങളുടെ ഡയമണ്ട് പിക്കുകളുടെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഫീഡ്ബാക്കുകളും, അതായത് ഞങ്ങളുടെ ഒരു ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ ക്ലയൻസിൻ്റെ ഞങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ വലിയ സെലിബ്രേഷനാണ്. ഞങ്ങൾക്ക് അവരുടെ ഓരോ ക്ലയൻസിൻ്റെ ഫാമിലിയിലും വലിയ സെലിബ്രേഷനാണ് ഞങ്ങൾക്കും ഓരോരുത്തരുടെ ഫീഡ്ബാക്കുകൾ ലഭിക്കുമ്പോഴും. അതുപോലെ ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾക്ക് ഈ ഡയമണ്ട് പിക്ക് സീരീസിൻ്റെ സക്സസ്സോടുകൂടി ട്രിപ്പിൾ പ്രോഫിറ്റിൻ്റെ ബിസിനസ്സിലും ആസ് എ ബിസിനസ് എന്നുള്ള രീതിയിലും വലിയ ഗ്രോത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും നമ്മളൊരു സർവീസ് നൽകുമ്പോൾ അതിൽ ക്ലയൻസിൻ്റെ സക്സസ് അല്ലെങ്കിൽ അവർ പ്രോഫിറ്റ് നേടുമ്പോഴാണ് നമ്മളുടെയും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു രീതിയിൽ നമുക്കും സക്സസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ഓരോ ഡയമണ്ട് പിക്കിൻ്റെ സക്സസ്സും നമ്മൾ വലിയ രീതിയിലാണ് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ മലയാളികളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ഇതിലേക്ക് കൂടുതൽ പേര് വരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മാർക്കറ്റിൻ്റെ അടുത്ത ഒരു റാലി ഇപ്പോൾ നമുക്കറിയാം, ഒരു കൺസോളിഡേഷന് ശേഷം മാർക്കറ്റിൻ്റെ ഈ GST കട്ടിനോടനുബന്ധിച്ചുള്ള ഒരു റാലിക്ക് മാർക്കറ്റ് തയ്യാറെടുക്കുകയാണ്. അതിൽ നമുക്ക് കുറേയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് നടത്താം. കുറേയധികം സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പേഷ്യൻസോട് കൂടി ഹോൾഡ് ചെയ്യുക, നമുക്ക് പ്രോഫിറ്റ്സ് നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ ഇന്നലെ NVIDIA എന്നുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ നാസ്ഡാക്കിൽ ലിസ്റ്റ്
ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വേൾഡിലെ ഏറ്റവും മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലി ഞാൻ മകൻ്റെ ഒരു ആഗ്രഹപ്രകാരം ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു $172 ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ഇന്നലെ വൈകിട്ട് ഞാൻ ഈ ചാർട്ട്സ് എടുക്കുന്ന സമയത്ത് $192 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. മോർ ദാൻ ഒരു 15%-ലധികം പ്രോഫിറ്റിലാണ് എൻവിഡിയ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻവിഡിയയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് പ്രോഫിറ്റിനൊക്കെ കൂടുതൽ നമ്മൾക്ക് ഇതുപോലെയുള്ള ചില കമ്പനികളോട് നമുക്ക് ഇപ്പോൾ വേൾഡിലെ ഏറ്റവും വലിയൊരു കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വലിയ കമ്പനി അതുപോലെയുള്ള ചില കമ്പനികളുടെ ഷെയർസ് നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. എൻവിഡിയ മാർക്കറ്റിൻ്റെ ക്ലോസിൻ്റെ സമയത്ത് ഒരു 10%-കളൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ കുറേയധികം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ ചില സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 to 6 months ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള രീതിയിലുള്ള ഫണ്ട് കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് എൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ അന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് AAA ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അന്ന് ആ സ്റ്റോക്ക് ഒരു 20%-ൽ ആ ഫ്രൈഡേയിൽ 20% പോയിരുന്നു. 105-ലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞാൻ ഈ സ്റ്റോക്ക് പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 58 ലെവലിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് ഒരു പുതിയൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ആ സ്റ്റോക്കിന് ഈ ഒരു റീബൗണ്ട് ടെക്നിക്കലി 140 ലെവൽ വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് പിന്നെ പിറ്റേ ദിവസങ്ങളിൽ കഴിഞ്ഞ ഈ മൺഡേയിലൊക്കെ വീണ്ടും മുകളിലേക്ക് നിയർലി 20% ഉയർന്ന് 130-ക്ക് മുകളിലൊക്കെ മൂവ് ചെയ്ത് പോയിരുന്നു. അതിന് ശേഷം പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ വീക്കിൽ ചാർട്ടാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻ്റ് ഒരു വലിയൊരു മൂവ്മെൻറ്റിന് ശേഷം പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസത്തോളം ഈ സ്റ്റോക്ക് ഒരു ലോവർ സർക്യൂട്ടിലൊക്കെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് കിട്ടിയതാണ്, ഇതുപോലെയാണ് യൂട്യൂബ് ഇൻഫ്ലുവേഴ്സ് ഓരോ സ്റ്റോക്കിനെ പറ്റി വീഡിയോയിൽ പറഞ്ഞ് അതിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ എനിക്കതിനോട് പറയാനുള്ളത്, ബേസിക്കലി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെബിയിൽ രജിസ്റ്റർ ചെയ്യുന്ന റിസർച്ച് അനലിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്. അപ്പോൾ ഞാൻ ഇന്നേ വരെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിലൂടെ ഞാൻ സ്റ്റോക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയതിന് ശേഷം ഇതിലൂടെ റെക്കമെൻഡ് ചെയ്ത് എല്ലാവരും വാങ്ങി മുകളിൽ വരുമ്പോൾ വിൽക്കാനായിട്ട് ശ്രമിക്കാറില്ല. അങ്ങനെ ആ രീതിയിലല്ല നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഹോൾഡ് ചെയ്യുക, അതുപോലെ നല്ല റാലിയിൽ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇപ്പോൾ ഈ സ്റ്റോക്ക് ഞാനിപ്പോഴും വിറ്റിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 130 ലെവലിൽ പോയെങ്കിലും, കാരണം ഞാനിത് സ്റ്റോക്ക് ഒരു ലോങ് ടൈമിലേക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ള ഇൻഫ്ലുവൻസറിൻ്റെ പോലെയല്ല AAA പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ളതൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എപ്പോഴും ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഇതിലൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് പലപ്പോഴും ഉണ്ടാവും, അത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം, ഒരു സ്റ്റോക്കിൻ്റെ കാര്യം, ഞാൻ ഈ സ്റ്റോക്കിനെ കുറിച്ചും കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഇതൊരു വലിയൊരു റാലി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് മറ്റുള്ളവർ ഇതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ള അറിയാത്തതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇതിനെക്കുറിച്ച് സംസാരിക്കുക അതിരുന്നൊരു സ്റ്റോക്കാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒരു സിയാൻ ആഗ്രോ എന്നുള്ളൊരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ August 24 ഈ സ്റ്റോക്ക് ഒരു 45 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്.
കഴിഞ്ഞ നമുക്ക് ഇതിൽ കാണാം, ഈ ചാർട്ടിൽ കാണാം, പല ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് 45 നിന്നും 1 ഇയർ പീരീഡിൽ സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിലും അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2989 അത് വലിയൊരു റാലിയിലൂടെ കടന്നുപോയൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഇനി അടുത്ത ദിവസങ്ങളിലെങ്കിൽ ഈ സ്റ്റോക്ക് താഴുകയാണെങ്കിൽ വാങ്ങാൻ ശ്രമിക്കരുത്. പക്ഷേ ഒരു സ്റ്റോക്ക് നമ്മൾ ഈ സ്റ്റോക്ക് BSEയിൽ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റോക്ക് ആക്ച്വലി ഞാൻ ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നതായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ. കാരണം ഈ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ 52 crores പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരുന്നു. അതായത് ജസ്റ്റ് 10 lakhs കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 52 crores പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തത്. അതായത് 53,234% ഗ്രോത്താണ് കമ്പനിയുടെ പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്വേർഡ് സർക്യൂട്ടിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വോളിയം കുറവായതുകൊണ്ടായിരിക്കും ഇത്രയും റാലി ചെയ്ത് മുകളിലേക്ക് പോയത്. എന്തായാലും നമുക്ക് ഈ സ്റ്റോക്കിന് ഇനി ഈ ലെവലിലൊന്നും വാങ്ങാൻ ശ്രമിക്കരുത്. പക്ഷേ ഇതുപോലെയും ചില സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് കമ്പനിയുടെ റിസൾട്ട് വളരെ നല്ലതായതുകൊണ്ടാണ്. കമ്പനി നമുക്കറിയാം, ഈ കമ്പനിയുടെ മേജർ സെഗ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എഡിബിൾ ഓയിൽ, സ്പൈസസ്, അതുപോലെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് എന്നിവയിലൊക്കെയാണ് ഈ സ്റ്റോക്ക് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സിയാൻ ആഗ്രോയിൽ നിഖിൽ ഗഡ്കരി എന്ന് പറയുന്ന നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ടുള്ള ഗഡ്കരിയുടെ ബ്രദറാണ്, ആണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് കുറച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിതിൻ ഗഡ്കരിയുടെ അദ്ദേഹത്തിനെ ആയിട്ട് ഈ കമ്പനി കണക്ട് ചെയ്തുകൊണ്ട് കുറേ മെസ്സേജുകളൊക്കെ കുറേ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഫൈനാൻഷ്യൽ വളരെ നല്ല പെർഫോമൻസ് വന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുള്ളതാണ്. എന്തായാലും ഇതുപോലെയുള്ള ചില സ്റ്റോക്കുകൾ വളരെ നല്ല ക്വാർട്ടർലി റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വലിയ പ്രോഫിറ്റ് നേടാൻ സാധിക്കും. അത് Q1 ഇങ്ങനെ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും അതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായത് ഞാൻ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. Q2 റിസൾട്ട് സീസണാണ്. ഈ സീസണിൽ നമുക്ക് ഈ Q2 റിസൾട്ട്സ് വരുമ്പോൾ നമുക്ക് 1-2 കമ്പനികൾ ഇതുപോലെയുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മളെല്ലാ വീഡിയോയിലും 1-2 സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുള്ള സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ സ്റ്റോക്ക് ഇൻ്റലക്ട് ഡിസൈൻ അരീന എന്നുള്ള സ്റ്റോക്ക് IT സോഫ്റ്റ്വെയർ പ്രോഡക്ട്സിലുള്ള ഈ കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1008 ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്കൊരു കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ കജാരിയ സിറാമിക്സ് ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് 1242 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കജാരിയം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് റിയാലിറ്റി ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് 2091 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസും വരുന്ന ദിവസങ്ങളിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. മറ്റു സ്റ്റോക്കാണ് സിഗ്നേച്ചർ ഗ്ലോബൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള റിയാലിറ്റി ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള സ്റ്റോക്ക് 1030 ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്കും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളുടെ പേരുകൾ നോക്കുമ്പോൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് 15% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ PG ഇലക്ട്രോപ്ലാസ്റ്റ് 13% ഉയർന്നും, BSE 13% ഉയർന്നും, ഡിവിസ് ലാബോറട്ടറീസ് 10% ഉയർന്നും, യെസ് ബാങ്ക് 9% ഉയർന്നും, കരൂർ വൈശ്യ ബാങ്ക് 8% ഉയർന്നും, ഫെഡറൽ ബാങ്ക് 8% ഉയർന്നും, മാക്സ് ഹെൽത്ത് കെയർ 8% ഉയർന്നും, ഫോർട്ടിസ് ഹെൽത്ത് കെയർ 8% ഉയർന്നും, IDFC ഫസ്റ്റ് ബാങ്ക് 7% ഉയർന്നും, ITI 7% ഉയർന്നും, സെൻട്രൽ ഡെപ്പോസിറ്ററി 7% ഉയർന്നും, HCL ടെക്നോളജീസ് 7% ഉയർന്നും, ന്യൂലാൻഡ് ലാബോറട്ടറീസ് 7% ഉയർന്നും, ഗോ ഡിജിറ്റ് ഇൻഷുറൻസ് 7% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലായിട്ടുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ്
കഴിഞ്ഞ ആഴ്ചയിൽ ബയേഴ്സ് ആയിട്ടുണ്ട്. അവർ 2975.6 ക്രോഡ്സിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8391.2 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 3rd ഒക്ടോബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,894 6th ഒക്ടോബറിന് 183 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി 7th ഒക്ടോബറിന് 30 പോയിൻറ്റ്സ് ഉയർന്നും 8th ഒക്ടോബറിന് 62 പോയിൻറ്റ്സ് താഴ്ന്നും അതുപോലെ 9th ഒക്ടോബറിന് 135 പോയിൻറ്റ്സ് ഉയർന്നും 10th ഒക്ടോബറിന് 103 പോയിൻറ്റ്സ് ഉയർന്നും നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,285 കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 391 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് 25,285 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നിഫ്റ്റി ഒക്ടോബർ മന്തിൽ 674 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 200 DMA വരുന്നത് 24,188 50 DMA വരുന്നത് 24,861 100 DMA വരുന്നത് 24,957 20 DMA വരുന്നത് 24,057 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 25,165 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 25,450 25,669 25,899 26,245 എന്നീ ലെവൽസാണ്. അതേസമയം 25,165 താഴെ സപ്പോർട്ടുകൾ 25,001 24,830 24,551 23,814 23,196 22,669 എന്നീ ലെവൽസാണ്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ 25,899 ആയിരിക്കും അപ്പർ റേഞ്ച്, താഴെ ലോവർ റേഞ്ച് 24,551 മിഡിലായിട്ട് പിവറ്റ് പോയിൻ്റായിട്ട് നിൽക്കുക 25,165 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കനറ ബാങ്ക് ആണ്. കനറ ബാങ്ക് കഴിഞ്ഞ ആഴ്ചയിൽ 127 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കനറ ബാങ്കിന് 127 ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 140 അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് കനറ ബാങ്ക് ആണ്. അതുപോലെ അടുത്ത ആഴ്ചയിലെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽ കോർപ്പറേഷനാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 567 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 623 അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെക്നിക്കൽ പിക്ക് ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽ കോർപ്പറേഷനാണ്. അതുപോലെ നമ്മുടെ അടുത്ത ആഴ്ചയിലേക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ സമ്മാൻ ക്യാപിറ്റൽ, ITI, കനറ ബാങ്ക്, MCX അതുപോലെ ഉഷ മാർട്ടിൻ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ളൊരു ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെ നമുക്ക് കീപ്പ് ചെയ്യാം. വരുന്ന ആഴ്ചയിൽ നമുക്ക് ദീപാവലിയുടെ മുഹൂർത്ത് ട്രേഡിങ്ങിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഓൾറെഡി ദീപാവലിയുടെ 3 സ്റ്റോക്കുകൾ ഞങ്ങളെല്ലാവർക്കും ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് യൂട്യൂബ് വ്യൂവേഴ്സിനുള്ള റെക്കമെൻഡേഷൻ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് 100 റുപ്പീസിൻ്റെ ഒരു ടോക്കൺ പേയ്മെൻറ്റ് നടത്തി KYC ചെയ്തിട്ട് അത് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ദീപാവലി ഇൻ അഡ്വാൻസ് നേർന്നുകൊണ്ട് താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.